ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ളതാണ് പ്രമേഹം. ഇപ്പോൾ ഡയബറ്റിക് ഇല്ലാത്തവരെ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഒരു ഏജ് കഴിഞ്ഞാൽ മിക്കവരുടെയും ബ്ലഡ് ഷുഗർ ലെവൽ കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രമേഹം അകറ്റാനും അതുപോലെ തന്നെ അമിതവണ്ണം അകറ്റാനായിട്ടും വളരെ നല്ല ഒരു ജ്യൂസാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണെന്നൊന്നും വിചാരിക്കരുത്. എങ്കിലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ മാറാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിലും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബെറ്ററാക്കി വെക്കാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2-3 കോവയ്ക്കയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാനായിട്ട്. കോവയ്ക്ക നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ ലെവൽ നോർമലാകും. അതുപോലെ തന്നെ ദിവസവും നമ്മൾ കോവയ്ക്ക കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും BP-യും ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ ലെവലും ഒക്കെ നോർമലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു പ്രകൃതിദത്ത ഔഷധം തന്നെയാണിത്. കോവയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇവിടെ വട്ടത്തിൽ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഒരു കറിവേപ്പിലയാണ്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ജീരകമാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരല്പം കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മിക്സിയുടെ ജാറിൽ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമുക്കിത് അരിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ അരിക്കാതെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് അരിക്കാതെ കഴിക്കുമ്പോൾ അത് ഇഷ്ടമാണോ എന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അപ്പോൾ അരിച്ചിട്ടാണ് കഴിക്കാനായിട്ട് സൗകര്യമെങ്കിൽ ആ രീതിയിൽ കഴിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനായിട്ട് നല്ലതാണ്. അലർജി അതുപോലുള്ള പ്രശ്നങ്ങൾ, തുമ്മൽ, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതേപോലെ കഴിക്കുന്നത് അത്തരം പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും. ഒരുപാട് പേര് പറയാറുണ്ട് ചർമ്മത്തിൽ ചൊറിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു, അത് മാറുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരും ആ കൂട്ടത്തിൽ നമ്മളെ കയ്യിലിടാനുള്ള നമ്മളൊരു പാക്കൊക്കെ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്, ആര്യവേപ്പില ചേർത്തിട്ടുള്ള അത് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതേപോലുള്ള ഒരു ജ്യൂസും ഒക്കെ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ദഹന പ്രശ്നങ്ങളൊക്കെ അകറ്റാനും തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം വേണം കഴിക്കാനായിട്ട്. ഈ ഒരു ഡ്രിങ്ക് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. അതായത് കുറച്ച് മോരിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വെള്ളം എടുക്കുന്നതിന് പകരം നമുക്ക് മോര് ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്കിതിൽ ഏത് രീതിയിലാണ് ഇഷ്ടമാകുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.